എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വെറും 3 ചേരുവകൾ മാത്രമാണ് ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ്. ഇത് നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഓവനിൽ വെച്ചും ഉണ്ടാക്കാം, പിന്നെ ആവിയിലും വേവിച്ചെടുക്കാം. 2 രീതിയിലും ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കാരമൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് സോസ് പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര മുഴുവൻ അലിഞ്ഞാൽ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. പാൻ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചൂടെല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടിക്കോളും. ഇങ്ങനെ ഒരു കളറാകാൻ തുടങ്ങിയാൽ ഇത് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കളറ്. ഇതിലും കൂടുതൽ ഡാർക്കായാൽ ഒരു കയ്പ്പ് ഉണ്ടാവും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ പുഡിങ്ങിന്. ഇനി ആ കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂണോളം വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സാവധാനം ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കാരമൽ നന്നായിട്ട് നലിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടിത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇതേപോലെയുള്ള ചെറിയ റാമക്കിൻ ബൗൾസാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂട് തട്ടിയാലും കുഴപ്പമില്ലാത്തതരം മെറ്റീരിയലാണ്. 180 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതേപോലെയുള്ള 6 ബൗളുകളിൽ സെറ്റ് ചെയ്യുന്ന അളവിലാണ് നമ്മളിപ്പോൾ ഈ പുഡിങ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് സ്റ്റീലിൻ്റെ ബൗളുകൾ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പുഡിങ്ങായിട്ട്, വലിയൊരു പുഡിങ്ങായിട്ട് നമുക്ക് ഇതേപോലെയുള്ള മോഡലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആ കാരമൽ കുറേശ്ശായിട്ട് ഒഴിക്കുക. എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് സൈഡിലേക്ക് വയ്ക്കാം. അല്പസമയം കൊണ്ട് ഇത് തണുത്ത് കട്ടിയാകും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കൊരു കസ്റ്റാർഡാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി 2 കപ്പ് പാല് സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് ഇളക്കി പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്നതിന് മുമ്പ് ആ സൈഡിലൊക്കെ ബബിൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇതിൻ്റെ നേർ പകുതിയായിട്ടോ അല്ലെങ്കിൽ ഡബിളായിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ചെറിയ ബബിൾസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് ചൂടാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 4 മുട്ട ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. മധുരത്തിൽ നിന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ആ ചൂടാക്കി വെച്ചിട്ടുള്ള പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മുട്ട വെന്ത് പോകും. അത് ഒഴിവാക്കാനായിട്ട് കുറേശ്ശെ അല്പാൽപ്പമായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ അങ്ങനെ ഒഴിച്ചാൽ മതി. അവസാനം ആകുമ്പോഴേക്കും കൂടുതൽ പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പാൽ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ്. മുട്ട അധികം പതപ്പിക്കാതെ, അധികം ബബിൾസ് ഒന്നും ഇല്ലാതെ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുഡിങ്ങിന് നല്ലൊരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇത് കാരമൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ബൗളുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് കാരമൽ നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 2 രീതിയിൽ ചെയ്തെടുക്കാം. ഓവനിലും ചെയ്യാം, അല്ലെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കാം. ഇതിൽ 3 എണ്ണം ഞാൻ ഓവനിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ 3 എണ്ണം ആവിയിൽ വേവിക്കുന്നതും കാണിക്കാം. ഓവനിൽ ചെയ്യാനായിട്ടുള്ളത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണമെന്നില്ല, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാക്കിയിട്ടുള്ള ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 40 തൊട്ട് 45 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ആവിയിൽ വേവിക്കാനുള്ളതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന അപ്പച്ചെമ്പിന് തട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ആവിയിൽ വേവിക്കുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഓവർ കുക്ക് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവിയിൽ എത്ര സമയത്ത് വേവിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത്. പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഓവനിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത്
ചെറുതായിട്ട് നമ്മളൊന്ന് കുലുക്കി നോക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം ഒന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ 80°C ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ആകുന്ന സമയത്താണ് നമ്മളിത് പുറത്തേക്ക് എടുക്കേണ്ടത്. എന്നിട്ട് പുറത്തിരുന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കുറഞ്ഞതൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇത് ഞാൻ ആവിയിൽ വേവിച്ചതാണ്. 35 മിനിറ്റാണ് ഞാനിത് ആവിയിൽ വേവിച്ചത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ അത്ര സ്മൂത്തല്ല. ഓവനിൽ നിന്ന് പുറത്തെടുത്ത ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇതിൻ്റെ പുറത്ത് കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഇതും ചൂടാറിയിട്ട് ഞാൻ തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. പുഡിങ് പുറത്തേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യം ബേക്ക് ചെയ്ത പുഡിങ് പുറത്തേക്ക് എടുക്കാം. സൈഡിൽ നിന്ന് കത്തി കൊണ്ടൊന്ന് ഇതുപോലെ വിടുവിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കമഴ്ത്തി പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വിട്ടു വന്നോളൂ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ആവിയിൽ വേവിച്ചത് നമുക്ക് നോക്കാം. അതായത് കണ്ടോ, കുറേ കുത്തുകൾ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുറിച്ച് കഴിക്കുമ്പോഴും നമ്മൾ ഓവനിൽ വെച്ച അത്ര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറേ അല്ല, നല്ല കട്ടിയുള്ളൊരു ടെക്സ്ചറിലായിരുന്നു ഇത് കിട്ടിയത്. അപ്പോൾ ഓവനിൽ വേവിച്ച ആ ഒരു ടെക്സ്ചറിലേക്ക് ഇത് എങ്ങനെ കിട്ടാം എന്ന് നോക്കാനായിട്ട് ഞാൻ രണ്ടാമതും ഇൻഗ്രീഡിയൻസ് എല്ലാം നേർപകുതി എടുത്തിട്ട് 3 ബൗളുകളിലാക്കി ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തു. ഇത്തവണ ഞാൻ 20 മിനിറ്റാണ് ആവിയിൽ വേവിച്ചത്. എന്നിട്ട് ഓവർനൈറ്റ് തണുപ്പിച്ചു. അടുത്ത ദിവസമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ ദിവസത്തെ അത്ര ഇല്ലെങ്കിലും കുത്തുകൾ അവിടെ ഇവിടെയായിട്ടുണ്ട്. മുമ്പത്തേലും ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത്രയും നല്ല ഓവനിൽ നിന്ന് കിട്ടിയ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ അല്ല ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. വീട്ടിൽ അമ്മയൊക്കെ പറഞ്ഞു സ്മൂത്ത് ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ട്, ഇത് മതിയില്ലെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കൊരു തൃപ്തി ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. പകുതി അളവെടുത്ത് വീണ്ടും ചെയ്ത് നോക്കി. ഇത്തവണ വേവിച്ചപ്പം കൃത്യം 8 മിനിറ്റാണ് ആവിയിൽ വേവിച്ചത്. ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചു. പിന്നീട് 6 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും വേവിച്ചു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചെമ്പ് തുറന്നത്. ശരിക്കും ആ സമയത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം ഓവനിൽ നിന്ന് കിട്ടിയ അതേ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസിൽ നമുക്കിത് കിട്ടിയിരുന്നു. എൻ്റെ 84°C ആയിരുന്നു അതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. എന്നിട്ട് പുറത്തേക്ക് എടുത്ത് ഞാൻ ഓവർനൈറ്റ് തണുപ്പിച്ചെടുത്തു. തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇത് കിട്ടിയത്. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള പുഡിംഗ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഞാനിത് പുറത്തേക്ക് എടുത്തപ്പോൾ ഇച്ചിരി ശ്രദ്ധ കുറഞ്ഞു പോയതുകൊണ്ടാണ് അവിടെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അത് ഓവർ കുക്കാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അപ്പിയറൻസിനും ടെക്സ്ചറിലും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. സ്മൂത്ത് അല്ലാത്ത ഒരു ടെക്സ്ചറിലേക്ക് അത് മാറും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ തവണയും എനിക്ക് ഫ്ലോപ്പ് ആയതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. ലോക പ്രശസ്തമായിട്ടുള്ള ഫ്ലാൻ റെസിപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.